നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഭാഗം 7. തിരുവുത്സവത്തിന്റെ 8ാം ദിവസമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ആസ്ഥാന മണ്ഡപ ദർശനം. അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ തിടമ്പ് ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുത്തും. തുടർന്ന് ഇതിന് നേരെ മുന്നിൽ ഒരു വലിയ പാത്രം കൊണ്ടുവന്നു വയ്ക്കും. ആസ്ഥാന മണ്ഡപത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തർ അപ്പോൾ തങ്ങളെ കൊണ്ടാകുന്ന ഒരളവ് പണം ഏറ്റുമാനൂരപ്പന് കാണിക്കയായി ഇടും. ഇതിന് വലിയ കാണിക്ക എന്നാണ് പേര്. ആദ്യം ചെങ്ങന്നൂർ പൊന്നുരുട്ട് മഠത്തിലെ പണ്ടാര പ്രതിനിധിയാണ് കാണിക്കയിടുക. തുടർന്ന് ദേവസ്വം ഉപദേശക സമിതി അംഗങ്ങളും ഭക്തരും കാണിക്കയിടും. ഇതേ സമയത്ത് 4 പേർ ചേർന്ന് 7.5 പൊന്നാനകളെയും തോളിലേറ്റിക്കൊണ്ടുവന്ന് മണ്ഡപത്തിൽ വയ്ക്കും. 9ാം ദിവസമാണ് പള്ളിവേട്ട. രാത്രി വിളക്കെഴുന്നള്ളിപ്പിനിടയിൽ 3 ആനകളുടെ അകമ്പടിയോടുകൂടി ഭഗവാൻ പടിഞ്ഞാറേ നടയിലൂടെ പുറത്തു കടന്ന് അടുത്തുള്ള കാട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു മരത്തിൽ പ്രത്യേകം തീർത്ത സ്ഥലത്ത് ഭഗവത് പ്രതിനിധിയായ കുറുപ്പ് അമ്പെയ്യുന്നു. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വയ്ക്കുന്നു. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ഭഗവാൻ പിറ്റേന്ന് രാവിലെ വളരെ വൈകി ഉണരുന്നു. അന്ന് രാത്രിയാണ് ആറാട്ട് നടക്കുന്നത്. ഏറ്റുമാനൂരിൽ നിന്ന് 2 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറ്റിലെ പേരൂർ പൂവത്തുംകടവിലാണ് ആറാട്ട്. ഇതിന് തൊട്ടടുത്ത് പേരൂർക്കാവ് എന്നൊരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പേരൂർക്കാവിലമ്മ ഏറ്റുമാനൂരപ്പന്റെ മകളാണെന്നാണ് വിശ്വാസം. വാദ്യമേളങ്ങളോടെയും 6 ആനകളുടെ അകമ്പടിയോടെയുമുള്ള ആറാട്ടെഴുന്നള്ളിപ്പ് പേരൂർക്കാവിലെത്തുമ്പോൾ ഭഗവതി അച്ഛനെ വരവേൽക്കാൻ നിറപറയും നിലവിളക്കുമായി നിൽക്കുന്നു. തുടർന്ന് അടുത്ത തവണ കൊണ്ടുവരാമെന്ന് വാക്കുകൊടുത്ത് ഏറ്റുമാനൂരപ്പൻ ആറാട്ടിന് പോകുന്നു. ഒടുവിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് വാദ്യമേളങ്ങളില്ലാതെ തിരിച്ചു പോകുന്നു. ഇതേ സമയത്ത് അക്കരെ തിരുവഞ്ചൂരിൽ പാറാമ്പുഴ പെഴിങ്ങള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലും ആറാട്ടുണ്ടാകും. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുമ്പോൾ പേരൂർ ചാലയ്ക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇറക്കിപ്പൂജയുണ്ട്. ആ സമയത്ത് ഭഗവാൻ ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ നിറഞ്ഞ ശങ്കരനാരായണനായി സങ്കല്പിക്കപ്പെടുന്നു. പൂജ കഴിഞ്ഞാൽ ഭക്തർക്ക് വിഭവസമൃദ്ധമായ ആറാട്ട് സദ്യയുണ്ട്. ചാലയ്ക്കൽ ക്ഷേത്രത്തിൽ ഏറ്റുമാനൂരപ്പന് കാണിക്കയിടുന്നതും പതിവാണ്. ആറാട്ട് എഴുന്നള്ളിപ്പ് സമയത്തും 4 പേർ 7.5 പൊന്നാനകളെയും ചുമന്നുകൊണ്ട് പോകുന്നത് കാണാം. എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തുമ്പോൾ ഭക്തർ നിറപറയും നിലവിളക്കും നൽകി ഭഗവാനെ സ്വീകരിക്കുന്നു. തുടർന്ന് ക്ഷേത്രത്തിനു ചുറ്റും 7 തവണ പ്രദക്ഷിണം വയ്ക്കുന്നു. പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറങ്ങുന്നതോടുകൂടി 10 ദിവസത്തെ ഉത്സവം സമാപിക്കുന്നു. അടുത്തത് ശിവരാത്രി. കുംഭമാസത്തിൽ കറുത്ത ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആചരിച്ചു വരുന്നത്. കാളകൂട വിഷം കുടിച്ച് അപകടാവസ്ഥയിലായ ശിവന് വേണ്ടി ദേവകൾ ഉണർന്നിരുന്ന ദിവസമായും ആരാണ് വലിയവൻ എന്ന് ചോദിച്ച് വഴക്കിടുന്ന ബ്രഹ്മാവിനും വിഷ്ണുവിനും മുൻപിൽ ശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമായും ഇത് കണക്കാക്കപ്പെടുന്നു. ശിവരാത്രി ദിവസം ഏറ്റുമാനൂർ ക്ഷേത്രനട 1 മണിക്കൂർ നേരത്തെ തുറന്ന് നിർമാല്യം നടത്തും. അന്ന് ക്ഷേത്രത്തിൽ മുടങ്ങാതെ അഭിഷേകം നടത്തും. ശിവരാത്രിയോടനുബന്ധിച്ച് ത്രിവേദ ലക്ഷാർച്ചനയും വിശേഷാൽ കലാപരിപാടികളും വെടിക്കെട്ടും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ദിവസത്തെ പ്രധാന ചടങ്ങ് സന്ധ്യയ്ക്കുള്ള ശയന പ്രദക്ഷിണമാണ്. നിരവധി ഭക്തർ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനോടുകൂടി കൊടിമരത്തിനു മുന്നിലെത്തി നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങുന്നു. ശിവരാത്രി നാളിൽ 18 പൂജകളുണ്ട്. അന്ന് രാത്രി ക്ഷേത്രനട അടയ്ക്കില്ല. പകരം രാത്രിയിലെ ഓരോ യാമത്തിലും യാമപൂജയും അതിനോടനുബന്ധിച്ച് കലശാഭിഷേകവും ഉണ്ടാകാറുണ്ട്. ഇത് തൊഴാൻ ഭക്തർ ഉറക്കമൊഴിച്ച് ക്ഷേത്രത്തിൽ താമസിക്കാറുമുണ്ട്. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.